ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും ദൈവത്തിൻ്റെ വചനവുമായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്കും ഇടയാക്കി തന്നതിന് ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനവും യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് നോക്കാം. അവിടെ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നോക്കിയേ, എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത് എന്നവിടെ പറയുകയാണ്. ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു, എങ്ങനെ സ്നേഹിക്കണമെന്ന് കാണിച്ചു തന്നു. അപ്പം ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു, നാം ഇനിയും ആ ദൈവസ്നേഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് കാണിച്ചു തന്നു? യേശുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നു. നമ്മുടെ പാപം ആ യാഗം മൂലം മോചിച്ചു തന്നു. ഇനിയും പാപം ചെയ്യാതെ ജീവിക്കുവാൻ വചനം തന്നു. ആ വചനം അനുസരിച്ച് ജീവിക്കുന്നവന് ദൈവത്തെ സ്നേഹിക്കുന്നവനായി മാറും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. പിന്നെയും പറയുന്നു, വെറുതെ വചനം വായിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവനല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മളെല്ലാവരും വചനം വായിക്കുന്നവരാണ്. എന്നാൽ അതിനകത്തിൽ വായിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെങ്കിൽ നാം ആ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ വായിച്ച് പുസ്തകം മടക്കി വെച്ചിട്ട് നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, എനിക്ക് ദൈവമുണ്ട്, ദൈവം എൻ്റെ കൂടുണ്ട് എന്ന് പറഞ്ഞ് വലിയ വാക്കുകളൊക്കെയും പറയും. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം തിരിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ദൈവവചനം അല്ലെങ്കിൽ കൽപ്പന, ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിതത്തെ താഴ്മയിലും സമർപ്പണത്തിലും ജീവിച്ച് ഉള്ളതുകൊണ്ട് ഉപജീവിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഉള്ളതുകൊണ്ട് ഉപജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നത് കുറച്ചേ ഉള്ളെങ്കിലും അത് ദൈവം തന്നതാണ്, അത് മതി, അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. ഉള്ളത് ധൂർത്ത് കളയുന്നവനല്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ഉള്ളതുകൊണ്ട് എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് തീരുമാനമെടുക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അതുകൊണ്ട് ധൂർത്ത് കളയുന്നവനല്ല, പിന്നെ കിട്ടിയത് കുഴിച്ചിടുന്നവനുമല്ല, കിട്ടിയത് ചെലവാക്കി ധൂർത്തടിച്ച് കളയുന്നവനുമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ. പിന്നെയോ അതിനെ ദൈവം തന്നതിനെ ഡബിളാക്കി അനുഗ്രഹമാക്കി നീ ലോകത്തിൽ ജീവിക്കുന്നവനാണ്, അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറയും. തമ്പുരാനായിട്ട് നമ്മെ ഓരോരുത്തരെ ഒരുക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.